ജോസ് കെ മാണിക്കെതിരെ പാലാ നഗരസഭയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച പോസ്റ്ററുകൾ നശിപ്പിച്ചു. പാലാ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പ്രവർത്തകരാണ് പോസ്റ്റർ നശിപ്പിച്ചത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് ജോസ് കെ മാണിക്കെതിരെ പ്രതികരിച്ച ബിനു പുളിക്കക്കണ്ടത്തെ CPM പുറത്താക്കിയത്. അതിന് പിന്നാലെയാണ് ജോസ് കെ മാണിക്കെതിരെയും ബിനു പുളിക്കക്കണ്ടത്തെ അനുകൂലിച്ചുകൊണ്ടും പോസ്റ്ററുകൾ പാലാ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. പാലാ നഗരസഭയ്ക്ക് മുന്നിലും അത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇതിനെതിരെ ചെയർമാൻ അടക്കം ഷാജു ബി തുരുത്തിനടക്കം രംഗത്ത് വരുന്നു. LDF കൗൺസിലർമാർ രംഗത്ത് വരുന്നു. അവർ അല്പസമയം മുമ്പ് ഈ പാലാ നഗരസഭയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ആ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുകയും ആ ഫ്ലെക്സ് ബോർഡുകൾ കത്തിക്കുകയും ചെയ്തു. ബിനു പുളിക്കക്കണ്ടമെന്ന് പറയുന്ന CPMൽ നിന്നും പുറത്താക്കിയ കൗൺസിലർക്കെതിരെയുള്ള പ്രതിഷേധമായി തന്നെയാണ് അവരിതിനെ കാണുന്നത്. എന്നോടൊപ്പം നഗരസഭാ ചെയർമാൻ തന്നെ ചേരുന്നുണ്ട്. ഈ ഫ്ലെക്സുകൾ സ്ഥാപിച്ചത് ഈ ബിനു പുളിക്കക്കണ്ടം തന്നെയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? യാതൊരു സംശയമില്ലല്ലോ. അവനല്ലേ വൃത്തിയായിട്ട രീതിയിൽ എഴുതുള്ളൂ, പഠിച്ചതേ പാടുകയുള്ളൂ. ഈ കൗൺസിൽ വന്ന അന്ന് മുതൽ ഇവിടുത്തെ 5 വനിതാ കൗൺസിലർമാർക്ക് എതിരായിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത അഭിമാനം പണയം വെച്ച് ഇപ്പൊ നിങ്ങളുടെ ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെയാണല്ലോ ഈ ഒരു ആക്ഷേപം. അതിനെ ഞങ്ങൾ നേരിടും. ഇത്രയും നാളും മിണ്ടാതിരുന്നു. സഹപ്രവർത്തകർ, പാർട്ടി പ്രവർത്തനങ്ങൾ, LDF പ്രവർത്തനങ്ങൾ അവിടെ ഞങ്ങൾ സഹിച്ചു നിന്നു. ഇന്ത്യ ഇവിടെയല്ല, എന്നാൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യും. LDF കൗൺസിലർമാരെല്ലാം ഒരുമിച്ചാണോ നിൽക്കുന്നത്? തീർച്ചയായിട്ടും LDF 15 പേര് ഒന്നിച്ചാണ്. 17 പേരാണ് ഉണ്ടായിരുന്നത്. ബിനുവിനെ ഇപ്പൊ CPM പുറത്താക്കി. ഷീബ ജി എന്നൊരു പുള്ളിക്കാരത്തി ഉണ്ട്. പുള്ളിക്കാരത്തി ഞങ്ങളോട് ഇപ്പൊ സഹകരിക്കുന്നില്ല. കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പില് ബിനു പുളിക്കക്കണ്ടും ഷീബ ജിയും വോട്ട് ചെയ്യാൻ വന്ന അവർക്കും ഈ ഒരു ബിനു പുളിക്കണ്ടെതിരെയാണ് പാലായ്ക്ക് മൊത്തം വികാരം തന്നെയുണ്ട്. ജോസ് കെ മാണിക്കെതിരെ നടത്തുന്ന ആ ഒരു പ്രതികരണങ്ങളിലുള്ള ഒരു എതിർപ്പാണ് കേരള കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ CPMന്റെയും കൗൺസിലർമാർ ചേർന്ന് ഇവിടെ നടത്തിയത്. പാലാ നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നു. ബിനു പുളിക്കക്കണ്ടൻ രാവിലെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, പിൻവാതിലിലൂടെ രാജ്യസഭയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു ജോസ് കെ മാണി എന്നൊരു ആക്ഷേപമായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ CPM അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്തായാലും ഈ ആക്ഷേപങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതികരണമാണ് കേരള കോൺഗ്രസിന്റെ കൗൺസിലർമാർ പാലാ നഗരസഭയിലെ കൗൺസിലർമാർ ചെയർമാന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയത്. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.